നമസ്കാരം. സ്ഥാനാർത്ഥി നിർണയമാകട്ടെ, ഒരു തിരഞ്ഞെടുപ്പിൽ വിജയിച്ചു കഴിഞ്ഞാൽ ഓരോ മന്ത്രിസ്ഥാനത്തേക്കും നേതാക്കളെ പരിഗണിക്കുന്നതിലാവട്ടെ, കുറഞ്ഞ പക്ഷം പാർട്ടിയുടെ പല സ്ഥാനമാനങ്ങൾ വഹിക്കാൻ ഒരു നേതാവിനെ തിരഞ്ഞെടുക്കുന്നതിലാവട്ടെ, കോൺഗ്രസ് ഇന്ത്യയിലുടനീളം അനുഭവിക്കുന്നത് അല്ലെങ്കിൽ കാണിച്ചു കൂട്ടുന്നത് തമ്മിൽ തല്ലും പരസ്പര ആക്ഷേപവും മാത്രമാണ്. ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ രാജ്യത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിക്കേണ്ടവനാണ് എന്നതിനു പകരം കോൺഗ്രസ് നേതൃത്വം തങ്ങൾക്ക് വോട്ട് നൽകി വിജയിപ്പിക്കേണ്ട പൊതുജനത്തിന്റെ മുന്നിൽ തന്നെ ഞങ്ങൾക്ക് വേണ്ടത് അധികാരവും സിംഹാസനവുമാണെന്നുള്ള കാര്യം പകൽ പോലെ വ്യക്തമാക്കുകയാണ്. പൊതുജനത്തിന്റെ പ്രശ്നങ്ങൾ ന്യായമായ രീതിയിൽ പരിഹരിക്കേണ്ട ഈ കൂട്ടർ തന്നെ ഇത്തരം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമ്പോൾ പിന്നെ എങ്ങനെയാണ് പൊതുജനം കോൺഗ്രസിന് വോട്ട് സമർപ്പിക്കുക? ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ വീണ്ടും ഒരിക്കൽ കൂടി പുറത്ത് പൊട്ടിത്തെറിച്ചിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം. കോൺഗ്രസിന്റെ ആഭ്യന്തര കലഹം ഇന്നലെയോ ഇന്നേ വരെ പരിചിതമല്ലാത്തതോ ഒന്നല്ല. കേരളം മുതൽ രാജസ്ഥാൻ, കർണാടക മുതൽ പഞ്ചാബ് വരെ ഭരണത്തിലോ പ്രതിപക്ഷത്തിലോ എവിടെയായാലും സംഘർഷവും വിഭാഗീയതയും പരാതികളും രാജിവെക്കലുകളും എന്നിങ്ങനെ ആവർത്തിച്ചു വരുന്ന നാണക്കേടാണ് കോൺഗ്രസ്. ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ബീഹാറിൽ ഇപ്പോൾ രാജേഷ് റാമിനെതിരെ പാർട്ടിയിലെ ഒരു വിഭാഗം രംഗത്തിറങ്ങിയിരിക്കുന്ന സംഭവം. തിരഞ്ഞെടുപ്പിൽ മോശം പ്രകടനം കാഴ്ചവെച്ചതിനു ശേഷം പുതിയതായി നേതൃത്വം എടുത്തവരോട് തന്നെ കലഹമൊരുക്കുന്ന രീതിയാണ് വീണ്ടും പുറത്തു വന്നിരിക്കുന്നത്. ഇന്ത്യ മുഴുവൻ വേരുകൾ ഉണ്ടായിരുന്ന, ഒരിക്കൽ ഇന്ത്യൻ രാഷ്ട്രീയം പൂർണ്ണമായി നിയന്ത്രിച്ചിരുന്ന ഒരു പാർട്ടിക്ക് കേവലം ഒരു സംസ്ഥാനത്തിൽ കഷ്ടിച്ച് ജയിക്കാൻ തന്നെ വെള്ളം കുടിക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ കിട്ടുന്ന അധികാരം പോലും തർക്കങ്ങളും വാദപ്രതിവാദങ്ങളും ഒഴിവാക്കി ശരിയായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല എന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഗതികേടിന്റെയും നാണക്കേടിന്റെയും തെളിവാവുകയാണ്. ബീഹാർ കോൺഗ്രസിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ശരിയായ നേതൃത്വമില്ലായ്മയും വ്യക്തി ആരാധനയും കുടുംബാധിപത്യവും സംസ്ഥാന തലത്തിൽ സ്വതന്ത്ര രാഷ്ട്രീയ വീക്ഷണത്തെ അനുവദിക്കാത്തത് വരെ എല്ലാം തന്നെ തെളിഞ്ഞു കാണും. തിരഞ്ഞെടുപ്പുകളുടെ കാലത്ത് പ്രചരണ വേദികളിൽ ഐക്യമുഖം കാണിക്കുമ്പോഴും വോട്ടെണ്ണലിന്റെ അടുത്തേക്ക് വരുമ്പോൾ തന്നെ തർക്കങ്ങളും ആരോപണങ്ങളും നേതൃവിമർശനങ്ങളും ഉയരുന്ന അന്തരീക്ഷം പാർട്ടിയിൽ പതിറ്റാണ്ടുകളായി തുടരുകയാണ്. ഇപ്പോഴും അതേ രോഗമാണ് ആവർത്തിക്കുന്നത്. പാർട്ടിയെ ശക്തിപ്പെടുത്താനും ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹാരം കാണാനും വേണ്ടിയുള്ള ചർച്ചകൾക്കു പകരം ആരെ അധ്യക്ഷനാക്കണം, ആരെ സ്ഥാനാർത്ഥിയാക്കണം, ആരാണ് അധികാരം പിടിക്കേണ്ടത് എന്ന വിവാദങ്ങളിലാണ് പാർട്ടിയെ മുഴുവൻ പിടിച്ചുലയ്ക്കുന്നത്. ബീഹാറിന്റെ നേതൃത്വം ആരായിരുന്നു എന്നത് മാത്രമല്ല മുഖ്യ പ്രശ്നം. കോൺഗ്രസിന് സംസ്ഥാനങ്ങളിൽ അടിത്തറ നഷ്ടപ്പെടുന്നതിന്റെ പ്രധാന കാരണം ആശയക്കുഴപ്പവും ലക്ഷ്യമില്ലായ്മയും ഉയർന്ന തലത്തിലുള്ള നേതാക്കളുടെ സ്വാർത്ഥ താല്പര്യ പോരാട്ടങ്ങളും കൂട്ടുകക്ഷി രാഷ്ട്രീയത്തിലെ നയരഹിതത്വവും ഒക്കെയാണ്. പാർട്ടി നേരിടുന്ന തോൽവിക്ക് വ്യക്തിഗത നേതാക്കളെ ബലി കഴിക്കാനുള്ള രീതി തന്നെയാണ് വീണ്ടും ആവർത്തിക്കുന്നത്. അതേസമയം ഇതിന്റെ പ്രതികൂല ചിത്രമാണ് ബി. ബീഹാറിലോ മറ്റു സംസ്ഥാനങ്ങളിലോ കേന്ദ്രതലത്തിലോ നേതൃപരമായി വ്യക്തതയും കമാൻഡ് സിസ്റ്റവും കേന്ദ്ര നയങ്ങളും താഴെ തട്ടിലേക്ക് ഉറപ്പിച്ചു കൊണ്ടുപോകുന്ന ശൈലിയാണ് പാർട്ടിയെ ശക്തിയുറ്റതാക്കുന്നത്. മോദിയുടെ നേതൃത്വവും അമിത്ഷായുടെ സംഘാടക തന്ത്രങ്ങളും എല്ലായിടത്തും വിധേയത്വം ഉറപ്പിച്ചിട്ടുള്ളത് കൊണ്ട് താൽക്കാലിക തോൽവിയുണ്ടായാൽ പോലും വ്യക്തിവിരോധം കാണിക്കാതെ അടുത്ത പോരാട്ടത്തിനായി മുഴുവൻ ഘടനയും നീങ്ങുന്നതാണ് ബി.ജെ.പിയുടെ ശൈലി. അതുകൊണ്ടാണ് കോൺഗ്രസിൽ ഓരോ തോൽവിയും കലഹവും പുറത്തു വരുന്നിടത്ത് ബി.ജെ.പി ഓരോ തോൽവിയെയും അടുത്ത വിജയത്തിനുള്ള പഠനമായി മാത്രം കാണുന്നത്. ബീഹാറിൽ ഇപ്പോൾ നടക്കുന്ന തർക്കം പാർട്ടിയുടെ ഭാവിക്കല്ല, ചിലർക്കുള്ള താല്പര്യത്തിനും സ്ഥാനപിടുത്തത്തിനുമുള്ള പോരാട്ടമാണ്. തിരഞ്ഞെടുപ്പിലെ പ്രചരണ പരാജയത്തിന് ഉത്തരവാദികളായ നേതാക്കൾക്ക് തന്നെ സംസ്ഥാന നേതൃത്വം നൽകിയത് തെറ്റായ തീരുമാനമായെന്ന് ചിലർ തുറന്നു പറയുന്നത് തന്നെ പാർട്ടിയുടെ പൊരുത്തമില്ലായ്മയുടെ ചിത്രമാണ് പുറത്തു കൊണ്ടുവരുന്നത്. പാർട്ടിക്കുള്ളിൽ ഒരു കാര്യത്തിൽ തന്നെ ഭിന്നാഭിപ്രായമാണ് കോൺഗ്രസിൽ നിലനിൽക്കുന്നത്. നയപരമായ ശക്തമായ നിലപാടോ വോട്ടർ പിന്തുണ നിലനിർത്താനുള്ള പരിശ്രമങ്ങളോ യുവ പൊതുജന തലമുറയുമായി ബന്ധമുറപ്പിക്കുന്ന ചുവടുവയ്പോ ഒന്നും പാർട്ടിക്കുള്ളിൽ കാണുന്നില്ല. അധികാരത്തിലിരിക്കുക എന്നും കുടുംബധാരയെ നിലനിർത്തുക എന്നും ലക്ഷ്യമാക്കിയ രാഷ്ട്രീയമാണ് പാർട്ടിയെ ഈ നിലയിലേക്ക് കൊണ്ടുവന്നെത്തിച്ചത്. തങ്ങളുടെ പാർട്ടി പ്രവർത്തകരെ പോലും ഒന്നിച്ചു നിർത്താൻ കഴിയാത്ത ഒരു പാർട്ടിക്ക് ഒരു സംസ്ഥാനത്തെയോ ഒരു രാജ്യത്തെയോ മുന്നോട്ട് നയിക്കാൻ എങ്ങനെ കഴിയും? കോൺഗ്രസിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ അധികാരത്തിലുള്ളപ്പോഴും പ്രതിപക്ഷത്തിലിരിക്കുമ്പോഴും കലഹം വിട്ടുമാറാത്ത പാർട്ടിയാണ് എന്നതായിരുന്നു പൊതുധാരണ. ബീഹാറിലെ ഇപ്പോഴത്തെ അവസ്ഥ അത് വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കും. ഈ അവസരത്തിൽ ബി.ജെ.പിയുടെ മോദി നേതൃത്വത്തിന് ജനങ്ങളിൽ കൂടുതൽ വിശ്വാസം നേടാൻ കാരണമായത് ആരെ നേതാവാക്കണം എന്നതല്ല, രാജ്യം എങ്ങനെ മുന്നോട്ട് പോകണം എന്നതാണ് അവരുടെ മുഖ്യ ചിന്ത എന്നതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തിരഞ്ഞെടുപ്പ് ഫലം അനുകൂലമായാലും പ്രതികൂലമായാലും പാർട്ടി ഭേദരഹിതമായി ഒരു ലക്ഷ്യത്തിലേക്കാണ് നീങ്ങുന്നത്.
ബീഹാറിലെ ഇന്നത്തെ കോൺഗ്രസ് കലഹം ഒരു വ്യക്തിയുടെയും ഒരു വിഭാഗത്തിന്റെയും കഥയല്ല. പാർട്ടിക്ക് പതിറ്റാണ്ടുകളായി വിട്ടുമാറാത്ത ഒരു രോഗത്തിന്റെ മറ്റൊരു ലക്ഷണം മാത്രമാണ്. ഈ രോഗം അവസാനിക്കുമോ എന്നുള്ളത് ഇപ്പോഴും ചോദ്യം തന്നെയാണ്. എന്നാൽ വോട്ടർമാർക്കും യുവതലമുറയ്ക്കും സ്ഥിരത, വ്യക്തത, തീരുമാനം, ദേശീയ പുരോഗതി എന്നിവയാണ് ഏറെ പ്രാധാന്യമുള്ളത്. അത് നൽകാൻ കഴിയുന്ന ശക്തി ഇപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടെങ്കിൽ അത് BJP നേതൃത്വത്തിനാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതിനിയെങ്കിലും തിരിച്ചറിഞ്ഞില്ല എങ്കിൽ കോൺഗ്രസ് എന്നൊരു പാർട്ടി ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്ന് പറയേണ്ടി വരുന്ന കാലം വിദൂരമല്ല.